ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പദയാത്ര വിവാദത്തിൽ SC/ST വിഭാഗങ്ങൾക്കൊപ്പം ഉച്ചഭക്ഷണം എന്ന പോസ്റ്ററാണ് വിവാദത്തിലായത്. SC/ST വിഭാഗത്തെ അവഹേളിച്ചു എന്ന് കെ മുരളീധരൻ ആരോപിച്ചു. ജാതിയുടെ മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ ചില പബ്ലിസിറ്റി നടത്തുന്നത് ശരിയല്ല. അത് അവരോട് കാണിക്കുന്ന ഒരു എന്താ പറയേണ്ടത്, ഒരു ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. ഇപ്പോൾ ആരുമായിട്ടും കാണാൻ, സംസാരിക്കാം, ഭക്ഷണം കഴിക്കാം, ഇതൊന്നും തെറ്റില്ല. പക്ഷേ SC/ST എന്നൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞ് അത് ചെയ്യുന്നത് നേരെ മറിച്ച് അവരുടെ പരാതികൾ സ്വീകരിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഇന്ന് ആളുകളോടൊപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെ നോട്ടീസിൽ എഴുതുന്നത് ഒരു വളരെ മോശപ്പെട്ട ഏർപ്പാട്. അങ്ങനൊരു സംസ്കാരം ശരിയല്ല. മുഹമ്മദ് ഷെയ്ദ് വിവരങ്ങൾ നൽകും. ഷെയ്ദ്, ഈ പോസ്റ്ററും സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. സുരേന്ദ്രന്റെ പന്തി ഭോജനം എന്ന തരത്തിലൊക്കെ ഉള്ള ട്രോളുകളും ഒക്കെ വന്നു തുടങ്ങുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഈ ഒരു കാലഘട്ടത്തിൽ പോലും ഇത്തരത്തിൽ ഒരു പോസ്റ്റർ അടിച്ചിറക്കുക, അതിലൂടെ നയം വ്യക്തമാക്കുക എന്നതൊക്കെ ചെയ്യാണ്. എന്താണ് ഇതിന്റെ ഒരു വസ്തുത? എന്താണ്? പക്ഷേ ഇന്നലെയാണ് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ പദയാത്ര കോഴിക്കോട്ടെത്തിയത്. വിവിധ പരിപാടികളുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് 1 മണിക്ക് കോഴിക്കോട്ടെ സ്വകാര്യ ഹോട്ടലിൽ ഉച്ചഭക്ഷണം ഒരുക്കിയിരുന്നു. ആ പരിപാടിയിലാണ് പരിപാടി ഉച്ചഭക്ഷണം ഉൾപ്പെടെയുള്ളവ പരിപാടി വിശദീകരിച്ച് തയ്യാറാക്കിയ പോസ്റ്ററിലാണ് ഇങ്ങനെ ഉച്ചഭക്ഷണം SC/ST നേതാക്കൾക്കൊപ്പം എന്ന് പ്രത്യേകമായി എഴുതിയിരിക്കുന്നത്. ആ പോസ്റ്ററാണ് വിവാദമായത്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച. ഇന്നലെ അത്തരമൊരു പരിപാടി ഇവിടെ നടക്കുകയും ചെയ്തു. അത് പ്രധാനമായും ഉയരുന്ന ഒരു ആക്ഷേപം ഈ വിവിധ ജാതി മത സമൂഹങ്ങൾക്കൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും അവരുമായി വേദി പങ്കിടുകയും രീതി കേരളത്തിൽ പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഇരിക്കെ ഈ പന്തി ഭോജനത്തെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒരു അസാധാരണമായ കാര്യം ചെയ്യുന്ന രീതിയിൽ ഇത്തരം രീതിയിൽ പ്രത്യേകമായി SC/ST നേതാക്കൾക്കൊപ്പം എന്ന് വിശദീകരിച്ച് എഴുതിയതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിട്ടുള്ളത്. സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനം ഇന്നലെ രാത്രി മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. സന്ധ്യൻ കത്തിക്കാട് ഉൾപ്പെടെയുള്ള ദളിത് ആക്ടിവിസ്റ്റുകളും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. സമുദായത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ് ഇങ്ങനെ രീതിയിൽ പേരെഴുതി വെച്ച് സമുദായത്തെ അവഹേളിക്കരുത് തുടങ്ങിയ വിമർശനങ്ങളാണ് പല കോണുകളിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ BJP നേതാക്കന്മാർ നൽകുന്ന വിശദീകരണം ഇത് പാർട്ടി ഒരു ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമായാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റായ ഒരു നോട്ടീസ് പേര് അല്ലെങ്കിൽ ആ രീതിയിൽ രേഖപ്പെടുത്തിയതല്ല, പാർട്ടി തീരുമാനിച്ച് രേഖപ്പെടുത്തിയതാണ്. വിവിധ ജാതി മത സമൂഹങ്ങളുമായി ആ രീതിയിലുള്ള ബന്ധമുണ്ടാക്കുക എന്നുള്ളതിന്റെ ഭാഗമായി എഴുതിയതാണ്. അതിലൂടെ എന്ത് ബന്ധമുണ്ടാക്കുക എന്നുള്ളതാണ് ശരി. അതായത് ഈ പന്തിഭോജനം, ഉച്ചനീചിത്വങ്ങളുടെ അടയാളമായിരുന്ന പന്തിഭോജനം, അത് പിന്നീട് സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നവോത്ഥാനത്തിന്റെ ഭാഗം കൂടിയായി താഴ്ന്ന ജാതിക്കാരെ ഒപ്പം ഇരുത്തി ഭക്ഷണം കഴിച്ച ആ ഒരു ചരിത്രം കൂടിയുള്ള നമ്മുടെ നവോത്ഥാനത്തിന്റെ മണ്ണാണ്. ആ മണ്ണിൽ വീണ്ടും ഇങ്ങനെ SC/ST നേതാക്കൾക്കൊപ്പം ഇരുന്ന് ഉച്ചയൂണ് കഴിക്കുന്നു, ഉച്ചഭക്ഷണം കഴിക്കുന്നു എന്നൊരു സന്ദേശം എന്ന കാര്യം കൃത്യമായി പറയുന്നതിലൂടെ എന്ത് ബന്ധം ഊട്ടിയുറപ്പിക്കുന്നു, എന്ത് കാര്യമാണ്, എന്താണ് ഇവർ വ്യക്തമാക്കുന്നത്, എന്താണ് അതിലൂടെ? പക്ഷേ അതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനം. അതായത് ഒരു കാലത്ത് കേരളത്തിൽ ഇങ്ങനെ ജാതി വേർതിരിച്ചുകൊണ്ട് ഭക്ഷണശാലകളും ആ രീതിയിലുള്ള സംവിധാനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയൊന്നും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അതിനെതിരെ കേരളത്തിൽ വലിയ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങളുണ്ടായി. അങ്ങനെയാണ് കേരളം മാറിയത്. അങ്ങനെ ജാതി മത വേർതിരിവ് നോക്കാതെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള ഇടങ്ങൾ കേരളത്തിലുണ്ടായി. അത്തരം ചിന്തകളില്ലാതെ നമ്മുടെ പൊതുവേദികളിലും പൊതുചടങ്ങുകളിലും സ്വകാര്യ ചടങ്ങുകളിലും ഒക്കെ ആ രീതിയിലുള്ള ജാതി വ്യത്യാസമില്ലാതെ ഭക്ഷണം കഴിക്കാനുള്ള അവസരവും ഇടവും ഒക്കെ ആയി കേരളം മാറിയിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മറിച്ച് ചില ആചാരങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ കേരളം അതിൽ വ്യത്യസ്തമായി ഉയർന്നു ചിന്തിക്കുന്നതാണ്. പക്ഷേ രാഷ്ട്രീയ ഭേദമന്യേ അങ്ങനെ ഇരിക്കെ എന്തിനാണ് ഈ രീതിയിൽ SC/ST വിഭാഗം നേതാക്കൾ പറ്റിപ്പോയതെന്നോ അല്ലെങ്കിൽ തള്ളിക്കളയുകയോ നിഷേധിക്കുകയോ ഒന്നുമല്ല. ഇത് SC/ST വിഭാഗവുമായിട്ട് അതിൽ ഉൾപ്പെട്ട നേതാക്കളുമായി ബന്ധം ഊട്ടി ഉറപ്പിക്കാനായിട്ടാണ് ഇത്തരത്തിലൊന്ന് സംഘടനയുടെ നേതൃത്വത്തിൽ ചെയ്തതെന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ BJPയുടെ ഭാഗത്ത് ഉണ്ടാകുന്ന വിശദീകരണം എന്നുള്ളതാണ് കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത്.